കോഴിക്കോട് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ മുഖ്യമന്ത്രിക്കും DGPക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുമൊക്കെ ധാരാളം പരാതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാവിനെതിരെ മോശമായ പരാമർശം അല്ലെങ്കിൽ നുണ പ്രചരിപ്പിച്ച ആ യുവതിക്കെതിരെ നടപടി വേണമെന്നാണ് ഈ ആളുകളൊക്കെ ആവശ്യപ്പെടുന്നത്. എന്തായിരുന്നു ശരിക്ക് സംഭവിച്ചത്? ഈ ഒരു മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദീപക് തെരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നു? ഇതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് പോലെ പുരുഷനും നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മീഷന്റെ ആവശ്യകതയിലേക്ക് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. തിരക്കിനിടയിൽ ബസ് യാത്രക്കിടയിൽ മോശമായി പെരുമാറുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നവർ, അത് മാത്രമല്ല ബസ്സിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങിയ ഞരമ്പന്മാരെ പോലീസിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അതൊക്കെ വാസ്തവം തന്നെയാണ്, അതൊക്കെ സമൂഹം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകൾ എന്തെങ്കിലും അബദ്ധം കൊണ്ട് ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കേണ്ടി വന്നു പോയാൽ, തിരക്കിനിടയിൽപ്പെട്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, അതൊക്കെയും പീഡനത്തിന്റെ ഗണത്തിൽപ്പെടുത്തി അയാളെ പീഡകനും മോശപ്പെട്ട വ്യക്തിയുമാക്കുന്നതൊക്കെ ശരിയാണോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല. ഒരു യുവാവിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അയാളുടെ ദുഃഖം കണ്ട് അച്ഛൻ ചോദിച്ചിട്ട് പോലും കാരണം വ്യക്തമാക്കാൻ ആ യുവാവ് തയ്യാറായിരുന്നില്ല. കാരണം അത്രമാത്രം മാനഹാനി അയാൾ നേരിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഈ കടുങ്കൈ ദീപക് ചെയ്തത്. ഏതായാലും മുഖ്യമന്ത്രിക്കും DGPക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും ഒക്കെ തന്നെ ധാരാളം പരാതികൾ ലഭിക്കുന്നു. അത് മാത്രമല്ല, ദീപകിനെ കുറിച്ച് വളരെ മോശമായി SI സംസാരിച്ചു എന്നുകൂടി കേൾക്കുമ്പോൾ, യാതൊന്നും അറിയാതെ ഉത്തരവാദിത്വ ബോധമില്ലാതെ പോലീസുകാർ പെരുമാറുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി കൂടി നമുക്ക് ആ സംഭവത്തെ ചൂണ്ടിക്കാണിക്കാം. ഏതായാലും ദീപകിന്റെ മരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. തിരക്കുള്ള ബസ് യാത്രക്കിടയിലും തിരക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലും ഒക്കെ അറിയാതെ ഒരു സ്ത്രീ ശരീരത്തിൽ ഒരു പുരുഷൻ തൊട്ടുപോയാൽ, അല്ലെങ്കിൽ അയാളുടെ ബോഡി ആ യുവതിയുടെ ഏതെങ്കിലും യുവതിയുടെയോ അമ്മച്ചിമാരുടെയോ ദേഹത്ത് സ്പർശിച്ചു പോയാൽ, അതൊക്കെ ബലാത്സംഗ കുറ്റമാണോ, ലൈംഗിക പീഡനമാണോ, അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച് റീലൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ സമൂഹം ആവർത്തിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.